വേനൽ മഴയ്ക്കിടെയുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റിൽ അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കരികോൺ കുട്ടനാട് ഭാഗത്ത് വ്യാപക നാശനഷ്ടം. 10,000-ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. നിരവധി വീടുകളുടെ മുകളിൽ മരം കടപുഴകി വീണും നാശനഷ്ടം ഉണ്ടായി. കുലച്ചതും കുലയ്ക്കാറായതുമായ വിവിധ ഇനത്തിൽപ്പെട്ട 10,000-ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണ് നശിച്ചത്. പ്രദേശത്തെ കർഷകരായ ചന്ദ്രൻപിള്ള, വിശാലൻ, ബിജുലാൽ, വിമലൻ, ഗോപി, രവീന്ദ്രൻ, മണി, സോമരാജൻ എന്നിവരുടെ വാഴകൃഷികളാണ് ചുഴലിക്കാറ്റിൽ നിലംപൊത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പ്രദേശത്തെ ശക്തമായ ചുഴലിക്കാറ്റുണ്ടായത്. 10,000-ഓളം വാഴ ചുഴലിക്കാറ്റടിച്ച് ഇന്നലെ നശിക്കപ്പെട്ടു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിന്റെ അധികാരികൾ വന്നതൊന്ന് കാണണമെന്നും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നും താഴ്മയെ അപേക്ഷിക്കുകയാണ്. കർഷക സംഘത്തിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ ഉള്ള സഹായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല. ഞങ്ങളൊക്കെ പാട്ടം എടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ്. വേണ്ടുന്ന രീതിയിൽ എല്ലാം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുക. ഞാൻ മൊത്തം സൊസൈറ്റിയിൽ നിന്ന് ഇവിടെ നിന്ന് ലോൺ എടുത്താൽ സഹായം. അത് കടമൊക്കെ എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഫാനുള്ളതായി ഇനി ആ കടം തീർക്കണം. സൊസൈറ്റി ലോണുണ്ട്, പിന്നെ ഒരുത്തര് പലിശ കാശ് എടുത്തതുണ്ട്. ഇങ്ങനെയൊക്കെ വിളഞ്ഞു വിറ്റ് കടം തീർക്കാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ നടന്നില്ല, എല്ലാം പോയി. എന്തെങ്കിലും സഹായം ചെയ്താൽ അടുത്ത കൃഷിക്ക് പ്രയോജനപ്പെടും. ശക്തമായ കാറ്റായിരുന്നു, അടി തീർത്തടിച്ചത്. അത് യാതൊരു കാരണവശാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാറ്റടിച്ച്. ഒരു വാഴ പോലും ശേഷിക്കുന്നില്ല. അതേ രീതിയിൽ 10,000 വാഴയ്ക്ക് അടുപ്പിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ മേലധികാരികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത്. കുട്ടനാട് ഭാഗത്തെ 2 വീടുകളും മുള്ളപ്പമണ്ണിൽ നിസാമുദ്ദീന്റെ വീടിന്റെ മുകളിലും മരം കടപുഴകി വീണ് തകർന്നു. വയലുകൾ പാട്ടത്തിനെടുത്താണ് കർഷകർ വാഴകൃഷി നടത്തി വന്നത്. ശക്തമായ ചുഴലിക്കാറ്റിൽ വാഴകൾ മുഴുവനും നശിച്ചതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കർഷകരും വീട് തകർന്നവരും. ലോണും എടുത്ത് ഇങ്ങനെ വെള്ളച്ചാതി ഒരു പരുവത്തിൽ കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഈ ചുഴലി ഇതുവരെ പെയ്യാതിരുന്ന മഴ വലിയ ശല്യം ചെയ്ത് എല്ലാവരും കഷ്ടത്തിലാണ്. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ് എന്നൊക്കെ ആനുകൂല്യം കിട്ടിയാൽ എങ്ങനെയെങ്കിലും കർഷകർ നിന്ന് വരും. അടിച്ച് ഞങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തതാണ്. ഞങ്ങളുടെ എല്ലാം കുടമ്പന്ന വാഴയാണ്. 300 കൂട് വാഴയുള്ള എനിക്കുള്ള പോയിട്ടുണ്ട്. ഈ എല്ലാം കൂടെ 10,000 വാഴ പോയിട്ടുണ്ട്. അതിന് ദയവ് ചെയ്ത് ഇതിന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം. ഇത് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് റവന്യൂ അധികാരികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.